അപ്പൊ എമ്പുരാൻ സിനിമ കണ്ടു. അപ്പോൾ രാവിലത്തെ ഷോ തന്നെ കണ്ടു. വേറെ റിവ്യൂ ഒന്നും കേൾക്കാതെ ഫ്രഷ് ആയിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലത്തെ ഷോ പോയി കണ്ടത്. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗംഭീര ചിത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ മലയാളം സിനിമാ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിനൊരു ബിഗ് ഹാറ്റ്സ് ഓഫ് അല്ലെങ്കിൽ ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് വിചാരിച്ച് സിനിമകളിൽ പാളിച്ചകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാളിച്ചകളുണ്ട്. പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി അത്രയും എഫർട്ട് എടുത്ത് കാണാനുള്ള ഒരു സിനിമ അതിലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത്രയും ഹോംവർക്കും അത്രയും എഫേർട്സും അത്രയും ബുദ്ധിമുട്ടും എടുത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. പിന്നെ 3 മണിക്കൂറോളം ഉള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ 3 മണിക്കൂർ പ്രേക്ഷകരെ ആ സ്ക്രീനിൽ നിന്നും ശ്രദ്ധ വിടാതെ പിടിച്ചിരുത്തണമെങ്കിൽ അത്രയേറെ എഫേർട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില പാളിച്ചകളെല്ലാം പറ്റിപ്പോയിട്ടുണ്ടാവാം. അപ്പൊ അതുപോലെ തന്നെ ഈ സിനിമയ്ക്കും എനിക്ക് കുറച്ച് പാളിച്ചകളെല്ലാം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഗംഭീര ചിത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ ആദ്യം നമുക്കതിന്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു 40-45 മിനിറ്റ് പടം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു ബ്രില്യൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഇമോഷണലായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. അതിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിഷ്വൽസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അതിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും അതിന്റെ അഭിനയിച്ചിരിക്കുന്ന ആളുകളെല്ലാം നമുക്ക് ആ സിനിമയിലോട്ട് ഇൻവോൾവ് ചെയ്യുന്ന രീതി, ഫുൾ ഇൻവോൾവ്മെന്റ് എനിക്ക് കിട്ടിയത് ആദ്യത്തെ ഒരു ഫസ്റ്റ് 45 to 1 hour ഒരു ഗംഭീര വാച്ച് തന്നെയായിരുന്നു. ആ പടത്തിൽ നമുക്ക് പറയുന്നുണ്ട്, ഞാൻ സ്പോയിലർ ആവുന്നതായതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള കലാപങ്ങളും ആ കലാപത്തിന്റെ ഇമ്പാക്ട് അതെങ്ങനെ രാഷ്ട്രീയമായി മുതലെടുത്തിരിക്കുന്നു, ആ ഇമ്പാക്റ്റിന്റെ ഫലമായിട്ടുള്ള ആളുകളെ നമ്മുടെ ശത്രു രാജ്യങ്ങൾ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു, ഇതെല്ലാം ഈ സിനിമയിലൂടെ പ്രതിപാദിച്ച് പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു മസൂദ് അല്ലെങ്കിൽ ഒരു എബ്രാം ഖുറൈഷി എല്ലാം ഉണ്ടായത് എന്ന് കൂടി ഈ ബാക്ക് സ്റ്റോറിയിലൂടെ അവർ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ പോസിറ്റീവായിട്ടുള്ളത് നമ്മൾ പറയുന്നതിന്റെ വിഷ്വൽസ്, ഗംഭീര വിഷ്വൽസ് ആണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ കാണുകയാണെങ്കിൽ ചില വിഷ്വൽസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ബിഗ് ബഡ്ജറ്റ് ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത്. VFX എല്ലാം കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്, റിയൽ ആയിട്ടുള്ള ബ്ലാസ്റ്റുകളാണ് നടത്തിയിരിക്കുന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഗംഭീരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സുജിത് വാസുദേവനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എസ്പെഷ്യലി വില്ലന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് കാണുകയാണെങ്കിൽ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ എനിക്ക് അതിൽ തോന്നിയ മറ്റൊരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലാലേട്ടൻ ആകെ ഒരു 40-45 മിനിറ്റ് ഇതിൽ വരുന്നുള്ളൂ, ആകെ 3 മണിക്കൂറോളം ഉള്ള സിനിമയിൽ. അപ്പൊ അതിനർത്ഥം ബാക്കിയുള്ള ആക്ടേഴ്സ്, മഞ്ജു വാര്യർ ആണെങ്കിലും ടോവിനോ ആണെങ്കിലും നമ്മുടെ ബൈജു ആണെങ്കിലും സായികുമാർ ആണെങ്കിലും സുരാജ് ആണെങ്കിലും അഭിമന്യു സിംഗ് അതിൽ വില്ലനായിട്ട് വരുന്ന ആളാണെങ്കിലും എല്ലാവർക്കും, പിന്നെ പൃഥ്വിരാജ് ആണെങ്കിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ക്രീൻ പ്രസൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മോഹൻലാൽ ഒരു 45 മിനിറ്റ് ഉള്ളുവെങ്കിലും എൻറ്റയർ സിനിമയിൽ മോഹൻലാലിന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അതുപോലെയാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ തിയേറ്റർ കുലുങ്ങിയ ഒരു ഇൻട്രോ തന്നെയായിരുന്നു ഈ സിനിമയിലെ ലാലേട്ടന്റെ. ആ ലാലേട്ടന്റെ ഇൻട്രോയോടനുബന്ധിച്ച് നടക്കുന്ന കുറെ സീനുകൾ ശരിക്കും നമ്മളെ ത്രില്ലടിപ്പിക്കുന്നതും നമുക്ക് മലയാളം സിനിമയെ ഈ ലെവലിലേക്ക് എത്തിച്ചു എന്ന് അഭിമാനം തോന്നുന്ന കുറെ നിമിഷങ്ങളാണ് എനിക്ക് തോന്നിയത്. അത്ര ബ്രില്യൻസ് ആയിരുന്നു ആ സീനുകളിൽ നമ്മൾ കണ്ടത്. എന്താണ് സീൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് ഇപ്പോൾ സിനിമ കാണാനായിട്ട് കുറെ ആളുകൾ പോകുന്നുണ്ടാവും. അപ്പൊ അവർക്കൊരു സ്പോയിലർ ആവാത്ത രീതിയിലാണ് ഞാൻ റിവ്യൂ പറയുന്നത്. പിന്നെ അതിന്റെ മറ്റൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കഥ തന്നെയാണ്. കാരണം അതിന്റെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിങ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളെ നല്ല രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഇനി ഭാവിയിൽ അതെങ്ങനെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്, രാഷ്ട്രീയ നേതാക്കളുടെ മക്കളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റിയും രാഷ്ട്രീയമായിട്ട് കുറെ കൊല്ലങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ച അണികൾക്കുണ്ടാവുന്ന
എന്താ പറയുക അനുഭവങ്ങൾ, അവരെ തിരസ്കരിക്കുന്ന കാര്യങ്ങളും അതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അതിൽ. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം നമുക്ക് എഡിറ്റിങ്, അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ എന്താ പറയുക അത്ര ഫാസ്റ്റായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എടുത്തിരിക്കുന്ന ലൊക്കേഷൻസ് അറിയാം, അതിലുപയോഗിച്ചിരിക്കുന്ന വണ്ടികളാണെങ്കിലും അതിലുപയോഗിച്ചിരിക്കുന്ന ക്രൗഡാണെങ്കിലും ഇത് പല ആംഗിളിൽ നിന്ന് എടുക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ്, ലാലേട്ടൻ്റെ അപ്പിയറൻസ്, ഇതെല്ലാം ഈ സിനിമയുടെ ഒരു പ്ലസ് തന്നെയാണ്. പിന്നെ ആക്ഷൻ സീക്വൻസസ് എല്ലാം കൊണ്ടും ഒരു പവർ പാക്കഡ് ആയിട്ടുള്ള ഒരു സിനിമ നമ്മൾ കയ്യിലെ പൈസ കൊടുത്ത് അത്രയും എഫേർട്ട് എടുത്ത് ഒരു തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഒട്ടും നിരാശ തോന്നില്ല. നമുക്ക് ഈ പൈസ നഷ്ടമായിന്നോ സമയം നഷ്ടമായിന്നോ തോന്നാത്ത രീതിയിലുള്ള സിനിമയാണ്. ഇത്രയൊക്കെ പറയുന്നെങ്കിലും ഇതിൽ കുറേ അധികം നെഗറ്റീവ് വശങ്ങൾ എന്ന് പറഞ്ഞ പോരായ്മകൾ എനിക്ക് തോന്നിയത്, ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം. കാരണം നമ്മൾ എമ്പുരാന്റെ ഷൂട്ടിങ് തുടങ്ങിയത് മുതലുള്ള ഓരോ ന്യൂസുകളും വളരെ ആഹ്ലാദത്തോടു കൂടിയും വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടിയും ഫോളോ ചെയ്ത് വരുന്ന ഒരാളായതുകൊണ്ട്, പിന്നെ അതിന്റെ ട്രെയിലറും ടീസറും കണ്ടു കഴിഞ്ഞതിൽ പിന്നെ ഭയങ്കര ഒരു എക്സ്പെക്ടേഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ഇനി അതുകൊണ്ട് തന്നെ ഉണ്ടായ നിരാശയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ചില നെഗറ്റീവുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ. അതിൽ ഒന്നാമത്തെ കാര്യം, കഥയിൽ ചില നല്ല വശങ്ങളുണ്ടെങ്കിലും മുരളി ഗോപിയുടെ ഈ കഥ അതിന്റെ ഒരു മേക്കിങ്ങിന് ഒരു സഹായകരമായോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര തോന്നിയില്ല. കാരണം കുറച്ചൊരു ആവറേജ് ആയിട്ടാണ് എനിക്ക് ലൂസിഫറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ എമ്പുരാനിലെ സ്ക്രിപ്റ്റിംഗ് തോന്നിയത്. പിന്നെ നമ്മുടെ ഒരു നെഗറ്റീവ് വശം എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ ചില ഷോട്ടുകളിലുള്ള മേക്കപ്പ്, അത് ഇനി അദ്ദേഹം ഏജ്ഡ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, അത് എനിക്ക് എന്തോ ഒരു പോരായ്മ പോലെ എനിക്ക് തോന്നിയതായിരിക്കാം. പിന്നെ ലാലേട്ടന്റെ ഡയലോഗ് കുറച്ചൊരു നാടകീയത കൂടിപ്പോയോ എന്ന് എനിക്ക് തോന്നി. കുറച്ചൊരു നോർമൽ രീതിയിലുള്ള സംഭാഷണമായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ആക്ഷൻ കൊറിയോഗ്രഫി, അതും അത്രയൊരു ഇമ്പാക്ട് എനിക്ക് തോന്നിയില്ല. ലാലേട്ടന്റെ ആക്ഷൻ നമ്മുടെ ഇപ്പൊ നരസിംഹത്തിലാണെങ്കിലും മാറാൻ തമ്പുരാനിലാണെങ്കിലും ദേവാസുരത്തിലാണെങ്കിലുള്ള ലാലേട്ടന്റെ ആ ഹൈലൈറ്റ് പഞ്ച് ഉണ്ട്, അത് ആ ഒരു പഞ്ചിന് നമുക്കത് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ആ ഒരു ഫീൽ ഇവിടെ കിട്ടിയോ എന്നുള്ള എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ്, ഈ എബ്രാം ഖുറൈഷിനെ കാണിക്കുമ്പോൾ ഉള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ മോശം എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സീനിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എസ്പെഷ്യലി നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട് ഹിറ്റായിട്ടുള്ള, ഇപ്പോൾ പുലിമുരുകനാണെങ്കിലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നതോടുകൂടി ആ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ആ ഒരു സീനിന് കിട്ടുന്ന ഒരു പവർ ഉണ്ട്. ആ ഒരു പവർ ഇവിടെ അത്രയ്ക്ക് വന്നോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ വില്ലന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പല വേറെ ഘട്ടങ്ങളിലെല്ലാം അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ദീപക് ദേവ് ചെയ്തിരിക്കുന്നത്. ഇതെനിക്ക് മാത്രം തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് അതിലൊരു നെഗറ്റീവ് വശം, ഒരു പ്രത്യേക സീനിൽ നമ്മുടെ മഞ്ജു വാര്യരുടെ ഒരു സ്പീച്ച് കാണിക്കുന്നുണ്ട്. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സീനാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ പലപ്പോഴും നമുക്ക് ആ സ്പീച്ചിനെ ഒരു ഡിസ്റ്റർബായിട്ട് അല്ലെങ്കിൽ അതിനെ നമുക്കൊരു ആസ്വാദനത്തിനെ ബാധിക്കുന്ന രീതിയിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നു എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൂസിഫറിൽ ലാലേട്ടന്റെ ആക്ഷൻ രംഗങ്ങൾ കൂടാതെ നല്ല ഡയലോഗ്സും നല്ല കുറെ സീനുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പേരിൽ. ഇവിടെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് വളരെ കുറവ് സീനേ ഉള്ളൂ, ആകെ കുറച്ച് സീനേ ലാലേട്ടനുള്ളൂ. പക്ഷെ ഈ വരുന്ന സീനുകളെല്ലാം ഒരേ ഡ്രസ്സ്, ഒരേ ഒരു ആക്ഷൻ രംഗങ്ങളിൽ മാത്രമായിട്ടാണ് ലാലേട്ടൻ ഇതിൽ ഒതുങ്ങിപ്പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നി. പിന്നെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയത്, പല രാജ്യങ്ങളിലും ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. എസ്പെഷ്യലി ഇപ്പോൾ അമേരിക്കയിൽ എടുത്തിട്ടുള്ള ഒരു ഷോട്ടുകളുണ്ട്, USA-ൽ. ആ ഷോട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അമേരിക്ക വരെ പോയിട്ട് ഈ ഷോട്ടുകൾ എടുത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ അതിന് എന്തെങ്കിലും ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് സിനിമ കണ്ടപ്പോൾ ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക സാഹചര്യം ഷൂട്ട് ചെയ്യാനായിട്ട് അമേരിക്ക വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയം തോന്നി. അപ്പൊ അങ്ങനെ കുറച്ച് നെഗറ്റീവ് വശങ്ങളും ഈ സിനിമയിൽ എനിക്ക് തോന്നി. പക്ഷെ അത് എന്റെ മാത്രം തോന്നലുകളായിരിക്കാം. കാരണം ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള അതിന്റെ ഡയറക്ടേഴ്സിനും അതിന്റെ ക്രൂ മെമ്പേഴ്സിൽ കുറച്ച് പേർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സീനുകളായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. അപ്പൊ അത്
ഒരു ഭൂരിഭാഗം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവുന്നതും അല്ല ഒരു ഗംഭീര സിനിമയാവുന്നതും. അത് ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് ഒരു നെഗറ്റീവ് അല്ല, എനിക്കത് അത്ര ഒരു രസിച്ചില്ല. കാരണം ഒരു ആക്ഷൻ ഒരു സീക്വൻസ് ഉണ്ട്, അതിൽ പൃഥ്വിരാജ് ഉണ്ട്, ലാലേട്ടനുണ്ട്. പൃഥ്വിരാജനാണ് അതിൽ പ്രധാനമായിട്ടുള്ള റോൾ ഉള്ളത്. പക്ഷേ അതിൽ എന്തിനാണ് നമ്മൾ ലാലേട്ടൻ അതിൽ ആക്ഷൻ ചെയ്യിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളൊരു പ്രധാന നടന്റെ കൂടെ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ് സൈഡ് സഹനടന്മാര് ആക്ഷൻ ചെയ്യുന്നത്. എനിക്കതുപോലെ ഒരു ഫീലാണ് ആ ഒരു സമയത്ത് തോന്നിയത്. എന്തിനാണ് ലാലേട്ടനെ അതിലേക്ക് ആ ഒരു സീനിൽ ലാലേട്ടനെ ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. നമ്മള് ലൂസിഫറിന്റെ ക്ലൈമാക്സിൽ കണ്ട എബ്രാം ഖുറേഷി ഉണ്ട്. ആ ഒരു എബ്രാം ഖുറേഷിയുടെ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു കരിഷ്മ നമുക്ക് ആ കിട്ടിയ ഫീല് എമ്പുരാനിൽ വരുമ്പോൾ പല സമയങ്ങളിലും, ഞാൻ എല്ലാ സമയത്തൊന്നും പറയില്ല, പല സമയങ്ങളിലും അത് മിസ്സായി പോയോ എന്ന് എനിക്കൊരു തോന്നി. കാരണം ഇത്ര ഇന്റർനാഷണലി നെറ്റ്വർക്ക് ഉള്ളതും ഇന്റർനാഷണലി എല്ലാവരും ഭയപ്പെടുന്നതും എല്ലാവരും ഇന്റർപോൾ വരെ തിരഞ്ഞു നടക്കുന്നതുമായിട്ടുള്ള എബ്രാം ഖുറേഷി ആ ഒരു ക്യാരക്ടറിനെ കറക്റ്റായിട്ട് ചില സമയങ്ങളിലെല്ലാം നമുക്ക് ഇതാണോ എബ്രാം ഖുറേഷി ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഫീല് തോന്നിയേക്കാം. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ എനിക്ക് തോന്നി. ആ ക്യാരക്ടറിനെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എവിടെയൊക്കെയോ ചെറിയ പാളിച്ചകൾ പറ്റിയെന്ന് എനിക്ക് തോന്നി. പക്ഷെ അത് വലിയൊരു പാളിച്ചയാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാണ്. പിന്നെ ലാലേട്ടന്റെ ഇത് പറയുന്നെങ്കിലും പല സമയങ്ങളിലും ലാലേട്ടന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അതിന് കൊടുക്കുന്ന BGM-ഉം ഒരു സ്ലോ മോഷൻസും അതെല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയലോഗിനെ പറ്റി പറയുകയാണെങ്കിൽ ലാലേട്ടന് വളരെ കുറച്ച് ഡയലോഗ് ഈ സിനിമയിൽ കൊടുത്തിട്ടുള്ളൂ. ഇത്രയും വലിയൊരു സിനിമ നിർമ്മിക്കുമ്പോൾ ഇത്രയും വലിയ പല ലൊക്കേഷൻസിലും ഹൈ ടെക്നിക്കലി ആയിട്ടുള്ള ഇത്രയും വിഷ്വൽസോട് കൂടിയിട്ടുള്ളൊരു സിനിമ നിർമ്മിക്കുമ്പോൾ ഇതെല്ലാം ഒത്തിണങ്ങി വരുത്തുക എന്നുള്ളത് ഒരു വലിയ പ്രയത്നം തന്നെയാണ്. അപ്പൊ ഇതിന് നമ്മൾ പൃഥ്വിരാജിനെ അഭിനന്ദിച്ചേ മതിയാവും. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത്രയും ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള ക്യാമറ പ്ലേസ്മെന്റ്സും ആ രീതിയിലുള്ള കട്ടുകളും ആ രീതിയിലുള്ള എന്താ പറയാ ഡിറക്ഷൻസും വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സുജിത് വാസുദേവ് സിനിമാറ്റോഗ്രാഫർ, പിന്നെ അതിന്റെ ആർട്ട് ഡയറക്ടർ പല സമയങ്ങളിലും ഹെലികോപ്റ്ററുകളെല്ലാം റിയൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം റിയൽ ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ആർട്ട് ഡയറക്ടേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ പറഞ്ഞ പോലെ ചില ഏരിയാസിൽ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ നടീനടന്മാരുടെയും പ്രകടനങ്ങൾ അതും വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അവർക്കെല്ലാം ആ സിനിമയിൽ അവരുടേതായിട്ടുള്ള റോളുണ്ട്, അവരുടേതായിട്ടുള്ള സ്ഥാനം അതിൽ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഒരു നല്ല സിനിമ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. ചില പോരായ്മകളും ചില പാളിച്ചകളും ഇല്ലാതില്ല, എന്നാലും വളരെ നല്ല രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട സിനിമയാണ്. ചിലപ്പോൾ എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എനിക്ക് ചില നെഗറ്റീവ് തോന്നിയത്. അപ്പൊ ഇത് കണ്ടിട്ടുള്ള ആളുകള് ദയവായിട്ട് കമന്റ് ചെയ്യും. അടുത്തൊരു റിവ്യൂമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെയും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.